നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യാ സജീവ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 22ാം വാർഡ് ADS പെരുമ്പിളിശ്ശേരി വെസ്റ്റ് കുടുംബശ്രീ സംഗമവും 23ാം വാർഷികവും നടന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. വനിതാ ജനപ്രതിനിധികൾക്കും CDS അംഗങ്ങൾക്കും ആദരം സമ്മാനിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചേർപ്പ് ഏരിയ കമ്മിറ്റി. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ VS പ്രവിതയ്ക്ക് ചടങ്ങിൽ അനുമോദനം. കാലവർഷം ശക്തമായതോടെ ഊരകത്ത് യാത്രാ ദുരിതം തീർത്ത് രൂക്ഷമായ വെള്ളക്കെട്ട്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഊരകം സെന്ററിൽ നിന്ന് തെക്ക് ഭാഗത്താണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 22ാം വാർഡ് ADS പെരുമ്പിളിശ്ശേരി വെസ്റ്റ് കുടുംബശ്രീ സംഗമവും 23ാം വാർഷികവും നടന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷം. ഇത്രയധികം ആളുകൾ പങ്കെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഞാൻ ചോദിച്ചു സ്വകാര്യത്തില് ഇത് എത്ര വാർഡിലുള്ള ആളുകളുണ്ടോ ചോദിച്ചപ്പോൾ ഒന്നുമല്ല, ഈ വാർഡിൽപ്പെട്ട ആളുകളാണ് ഭൂരിഭാഗം ആളുകൾ പറഞ്ഞു. നമ്മുടെ സ്ത്രീശക്തി ഇത്ര അധികം നമ്മുടെ പഞ്ചായത്തിലെ ഒരു വാർഡിലുണ്ടെങ്കിൽ നമുക്ക് 2000 പേരൊരു പരിപാടി നമുക്ക് അടുത്ത വർഷം പഞ്ചായത്ത് തലത്തിൽ നടത്തും. അത് CDSന്റെ ചെയർപേഴ്സൺ നടന്നുന്ന വാർഡിൽ വെച്ച് ഞാൻ ആദ്യമായിട്ട് ഒരു കുടുംബ സംഗമത്തിൽ അല്ലെങ്കിൽ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് കുടുംബശ്രീയിലെ ഇവിടെയാണ്. അപ്പൊ നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചേർപ്പ് പഞ്ചായത്തിൽ ചെയ്യാനുണ്ട്. ഞങ്ങള് കഴിഞ്ഞ ഡിസംബറിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുതിയ ഭരണസമിതി നിലവിൽ വന്നത്. ആദ്യമായി ഞങ്ങൾ ഭാരവാഹികളോട് സംസാരിച്ചപ്പോൾ അവർ ആവശ്യപ്പെട്ടത് നിങ്ങൾ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ വിതരണം ചെയ്യാൻ അല്ലെങ്കിൽ അത് വിറ്റഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മീറ്റിംഗ് ഒന്നും കൂടാണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഭോജനശാലയിൽ ഇല്ലാത്ത നമ്മുടെ ഫംഗ്ഷനുകൾ ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഞങ്ങൾ അനുവദിക്കുന്നു എന്ന് പറഞ്ഞു. വളരെ സന്തോഷം. നിങ്ങൾ പല വിഭവങ്ങളും അവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. അതിനുള്ള സാഹചര്യം ഉണ്ട്. നമുക്ക് മഴ ഇല്ലാണ്ട് നമുക്ക് ഭോജനശാല ഉപയോഗിക്കാം. മുൻകൂട്ടി പരിപാടികൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് നമുക്ക് തരാൻ പറ്റില്ല. ഇപ്പോഴും നന്നായി പോകുന്നു. ഇപ്പൊ ഇവിടെ വായിച്ച് ഞാൻ ഒരു റിപ്പോർട്ട് ഞാൻ നോക്കാൻ ആ പേജ് 10 പേജുള്ള റിപ്പോർട്ടാണ് നമ്മുടെ പ്രിയങ്കരയെ നമ്മുടെ ഇവിടെ അവതരിപ്പിച്ചത്. ADS അംഗവും CDS ചെയർപേഴ്സണുമായ രാഖി സുരേഷ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ് സമ്മാനദാനം നിർവഹിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം SSLC +2 വിജയികളായവർ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. വാർഡ് മെമ്പർ പ്രിയലത പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ADS വൈസ് പ്രസിഡന്റ് ഷീന നന്ദകുമാർ, 21ാം വാർഡ് മെമ്പർ ബീന ഉണ്ണികൃഷ്ണൻ, CDS അംഗങ്ങളായ രജീല, രേഷ്മ, ഉഷ വിജയൻ, ബിന്ദു രവി, ഉഷ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ADS അംഗങ്ങൾ, യൂണിറ്റ് അംഗങ്ങൾ, ബാലസഭാ കുട്ടികൾ, വയോജന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വീരനാട്യം ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വനിതാ ജനപ്രതിനിധികൾക്കും CDS അംഗങ്ങൾക്കും ആദരം സമ്മാനിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചേർപ്പ് ഏരിയ കമ്മിറ്റി. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ VS പ്രവിതയ്ക്ക് ചടങ്ങിൽ അനുമോദനം. ചേർപ്പ് ഏരിയ കമ്മിറ്റിക്ക് പരിധിയിലുള്ള പഞ്ചായത്തുകളിലെ വനിതാ ജനപ്രതിനിധികൾക്കും CDS അംഗങ്ങൾക്കുമാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആദരമൊരുക്കിയത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ആദര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശരിക്കും സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് ഞാൻ വന്ന് കയറിയ വീട്ടിൽ എനിക്ക് പുറത്തേക്ക് പോയി ഒരു സംഘടനാ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ ഒരു പൊതുരംഗത്തോ പ്രവർത്തിക്കാനുള്ള യാതൊരു രീതിയിലുള്ള ഒരു സഹായകമായിട്ടുള്ള ഘടകമില്ലാത്ത ഒരു വീട്ടിൽ അകപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ 11 വർഷക്കാലം എന്നുള്ള നമ്മുടെ മനസ്സെപ്പോഴും കൊതിക്കുന്നുണ്ടല്ലോ, നമ്മൾ എങ്ങനെയാണ് ഈ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വന്നത്, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാൻ എന്താണ് ഒരു വ്യവസ്ഥിതിയോട് കലഹിച്ചുകൊണ്ടാണ് നമ്മൾ വരുന്നത്. നമ്മുടെ ഈ മുതലാളിത്ത സമൂഹത്തിൽ അതിനെയൊക്കെ ഇല്ലാതാക്കി തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടത്തെ നമ്മൾ എന്താണ് അത് വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ മുന്നണി പോരാളിയായി നിന്നുകൊണ്ട് നിരവധിയായ പോരാട്ടങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് വരുന്ന നമ്മൾ ഒരു വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ അകപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി, ശരിക്കും പറഞ്ഞാൽ ഒരു എലിക്കണിയിൽ പെട്ട പോലെ, എലിയെപ്പോലെ നമ്മളായി പോകുക എന്നുള്ളതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ 95-ലെ ഇലക്ഷൻ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ
ഒരു ഒരു സാഹചര്യം കൊണ്ടുവന്നതെന്നുള്ളതാണ്. അപ്പം നമ്മളൊക്കെ അങ്ങനെയാണ്. നമുക്കെല്ലാം പൊതുരംഗത്ത് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പൊതുരംഗത്തേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഇവിടെ ഈ വ്യവസ്ഥയെ മാറ്റണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളും വീട്ടിലെ സ്ഥിതിയുമൊക്കെ നമ്മുടെ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ടതിൻ്റെ ഭാഗമായി നമ്മളിലുള്ള കഴിവുകൾ പലപ്പോഴും പുറത്തേക്ക് എടുക്കാൻ കഴിയാതെ വീർപ്പ് മുട്ടിക്കൊണ്ടിരുന്ന സ്ത്രീകൾക്ക് ഒരു ആശ്രയം എന്ന വണ്ണമാണ് കേരളത്തിൽ തുടങ്ങി വെച്ച കുടുംബശ്രീ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR വിജയ ആദരിക്കൽ നിർവഹിച്ചു. വനിതാ ജനപ്രതിനിധികളും CDS അംഗങ്ങളും ആദരം ഏറ്റുവാങ്ങി. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ മഹിളാ അസോസിയേഷൻ ചേർപ്പ് ഏരിയ കമ്മിറ്റി അംഗം VS പവിത്രയെ ചടങ്ങിൽ അനുമോദിച്ചു. ചേർപ്പ് ഏരിയ പ്രസിഡന്റ് രജനി തിലകൻ അധ്യക്ഷയായി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം TR മീര, VG വനജകുമാരി, ചേർപ്പ് ഏരിയ സെക്രട്ടറി TB മായ, ട്രഷറർ ആശ മാത്യൂസ് എന്നിവർ സംസാരിച്ചു. നസീർ മാസ്റ്റർ ക്ലാസ് എടുത്തു. കാലവർഷം ശക്തമായതോടെ ഊരകത്ത് യാത്രാ ദുരിതം തീർത്ത് രൂക്ഷമായ വെള്ളക്കെട്ട്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഊരകം സെന്ററിൽ നിന്ന് തെക്ക് ഭാഗത്താണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. മഴ പെയ്യുന്നതോടെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 4 വാർഡുകൾ, വലച്ചർ ഗ്രാമപഞ്ചായത്തിലെ കുന്നിൻമുകൾ എന്നിവിടങ്ങളിൽ നിന്ന് കനത്ത തോതിലാണ് വെള്ളം ഒഴുകിയെത്തുന്നത്. മഴവെള്ളത്തോടൊപ്പം ഒഴുകിവരുന്ന മാലിന്യങ്ങളും ഊരകം സെന്ററിലൂടെ ചെറുകുളം പാടശേഖരത്തേക്കാണ് എത്തുന്നത്. ശക്തമായി ഒഴുകിവരുന്ന മഴവെള്ളം റോഡിന്റെ ഇരുവശത്തെ കാനകൾ വൃത്തിയാക്കാത്തതിനെ തുടർന്നാണ് തടയപ്പെടുന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ 7 വർഷമായി കാനകൾ വൃത്തിയാക്കിയിട്ടില്ലെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. സംസ്ഥാന പാതയിൽ കോൺക്രീറ്റ് നിർമ്മാണം നടക്കുന്നതിനാൽ അരികിലുള്ള മണ്ണും കാനകളിൽ നിറഞ്ഞ അവസ്ഥയിലാണ്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന റോഡിന്റെ വീതി കൂട്ടി നിർമ്മിക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ നിലവിലുണ്ടായിരുന്ന റോഡിന്റെ വീതി കുറഞ്ഞതിനൊപ്പം കാനകൾ നിർമ്മിച്ചതുമില്ല. ഊരകം മാവിൻചൂട് റോഡരികിൽ കട്ട വിരിക്കുന്നതിനായി എടുത്ത മണ്ണ് അപകട സാധ്യതയും സൃഷ്ടിക്കുന്നു. തടസ്സമില്ലാത്ത മരങ്ങൾ വരെ മുറിച്ചു മാറ്റിയ അധികൃതർ ഊരകം പോസ്റ്റ് ഓഫീസിന് എതിർവശത്തെ തടസ്സമായുള്ള മദ്രാശി മരങ്ങൾ മുറിച്ചു മാറ്റാൻ തയ്യാറാകുന്നില്ല. ഊരകം ക്ഷേത്രനടയിൽ സ്ലാബിന് കീഴിലെ പൈപ്പുകളിൽ മാലിന്യം വന്നടിയുന്നതിനാൽ വെള്ളം ഒഴുകിപ്പോകുന്നതിനും തടസ്സമുണ്ടാകുന്നു. വാഹനയാത്രക്കാർക്കൊപ്പം കാൽനടയാത്രക്കാർക്കും ഇതുവഴിയുള്ള യാത്ര ദുരിതമാണുണ്ടാക്കുന്നത്. കാനകൾ മൂടിയ നിലയിലായതോടെ ഊരകം മൈമ്പിള്ളി ക്ഷേത്രത്തിന് മുൻഭാഗത്തായി ഉപയോഗിച്ച പാടുകളടക്കമുള്ള മാലിന്യം വന്നടിയുകയാണ്. സംസ്ഥാന പാതയുടെ ഇരുവശത്തേക്കുമുള്ള റോഡിലേക്കുള്ള കോൺക്രീറ്റ് നിർമ്മാണവും നടക്കാത്തതും വെള്ളക്കെട്ടിന് കാരണമാകുന്നു. നിലവിൽ റോഡ് നിർമ്മാണത്തിൽ തുടരുന്ന അനാസ്ഥ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണൻ അറിയിച്ചു. അവിണിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ ശങ്കർജി സ്മാരക വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് വിതരണം നടത്തി. ആദരവ് എന്ന പേരിൽ ഒരുക്കിയ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് CK അനന്തകൃഷ്ണൻ അധ്യക്ഷനായി. ബാങ്ക് വൈസ് പ്രസിഡന്റ് KK മധു, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PM ഭരതൻ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് MA രാജീവ്, അവിണിശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക ലേഖ ഡേവിസ്, പെരിഞ്ചേരി AUP സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു, പെരിഞ്ചേരി ALP സ്കൂൾ പ്രധാനാധ്യാപകൻ MK പ്രസാദ്, ബാങ്ക് സെക്രട്ടറി വിദ്യ E സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അഴീക്കോട് നടന്ന തൃശൂർ ജില്ലാ ബീച്ച് കബഡി പുരുഷ വനിതാ വിഭാഗം ചാമ്പ്യൻഷിപ്പിൽ ചേർപ്പ് കബഡി അക്കാദമിക്ക് ചരിത്ര വിജയം. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി ഇരട്ട കിരീടം നേടിയായിരുന്നു വിജയം. അഴീക്കോട് നടന്ന തൃശൂർ ജില്ലാ ബീച്ച് കബഡി പുരുഷ വനിതാ വിഭാഗം ചാമ്പ്യൻഷിപ്പ് ചേർപ്പ് കബഡി അക്കാദമിയുടെ മേധാവിത്വം വിളിച്ചറിയിക്കുന്നതായി. പുരുഷ വിഭാഗത്തിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും ചേർപ്പ് കബഡി അക്കാദമി സ്വന്തമാക്കി. അക്കാദമിയുടെ 2 ടീമുകൾ തമ്മിലുള്ള ഫൈനൽ മത്സരം കാണികളിൽ ആവേശമുളവാക്കി. വനിതാ വിഭാഗത്തിലും മികച്ച പ്രകടനമാണ് ചേർപ്പ് കബഡി അക്കാദമി താരങ്ങൾ കാഴ്ചവെച്ചത്. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ വനിതകൾ 3ാം സ്ഥാനവും സ്വന്തമാക്കി. MDMAയുമായി കാപ്പ കേസ് പ്രതി നെടുപുഴ പോലീസിന്റെ പിടിയിൽ. കരുവന്നൂർ സ്വദേശി ഷമീർ ആണ് വട്ടപ്പിനിയിൽ പിടിയിലായത്. വിൽപ്പനക്കായുള്ള 25 ഗ്രാം MDMAയുമായാണ് കാപ്പ കേസ് പ്രതിയായ ഷമീറിനെ നെടുപുഴ പോലീസ് പിടികൂടിയത്. കാപ്പ കേസ് പ്രകാരം തൃശൂർ ജില്ലയിൽ പ്രവേശിക്കരുതെന്ന ഉത്തരവ് ലംഘിച്ചതിന് പിന്നാലെയാണ് പ്രതി പിടിയിലായത്. നെടുപുഴ SI PC സനേഷ്, സീനിയർ CPOമാരായ അനീഷ് കുമാർ, കൃഷ്ണകുമാർ, ശിവകുമാർ, CPOമാരായ അബീഷ് ആന്റണി, അജിത്, സുജിത്, വിശാഖ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു.
കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUC KSETU പുതുക്കാട് യൂണിറ്റ് സമ്മേളനം നടന്നു. സർക്കാർ നടപ്പിലാക്കിയ KSRTC പ്രിയദർശിനി സൗജന്യ യാത്ര സ്വാഗതാർഹമെങ്കിലും ജീവനക്കാർക്ക് ജോലിഭാരമുള്ളതിനാൽ അടിയന്തരമായി പരിശോധിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PM ബിനു അധ്യക്ഷനായി. VP ജയൻ രക്തസാക്ഷി പ്രമേയവും അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സെക്രട്ടറി KV സലീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി VP ബാബുരാജ് സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ഷാബു ജില്ലാ കമ്മിറ്റി റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജയൻ, AITUC പുതുക്കാട് മണ്ഡലം സെക്രട്ടറി നിക്സൺ, മണ്ഡലം പ്രസിഡന്റ് PK ശേഖരൻ, ജില്ലാ പ്രസിഡന്റ് സതീഷ്, ട്രഷറർ ശിവരാമൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUC KSETU പുതുക്കാട് യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് PM ബിനു, സെക്രട്ടറി KG ഗിരീഷ്, ട്രഷറർ ഷാജു അഗസ്റ്റിൻ, കമ്മിറ്റി അംഗങ്ങളായി MR രവി, ഡെന്നി, വിനോദ് കുമാർ എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുത്തു. വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കും ഉൾപ്പെടെ മികവിന്റെ അംഗീകാരമായി ഗ്രാജുലാസിയോ ഒരുക്കി പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസ്. കഴിഞ്ഞ അധ്യയന വർഷം മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കുമാണ് അനുമോദനം നൽകിയത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഗജുലാസിയോ പഴുവിൽ സെന്റ് ആന്റണീസ് വികാരി ഫാദർ ജോബ് വടക്കൻ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷനായി. വിൻസി പുലിക്കോട്ടിൽ മെമ്മോറിയൽ പുരസ്കാര വിതരണം പുത്തൻപീടിക ഇടവക വികാരി ഫാദർ റാഫേൽ മുത്തുപീടിക നിർവഹിച്ചു. ഡോക്ടർ ഫിലോമിന ചെറിയത്ത് പുരസ്കാര വിതരണം അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്തും നിർവഹിച്ചു. അതിരൂപത ഏജൻസിയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ പുത്തൻപീടിക ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള പുരസ്കാരം ഫാദർ ബിബിൻ പഠനമാക്കൽ SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ ഹൈസ്കൂളിനുള്ള പുരസ്കാരം സമ്മാനിച്ചു. ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ലിൻഡോ പി ആൻഡോ വിശ്വാസ പരിശീലന പരീക്ഷയിൽ അതിരൂപത തലത്തിൽ 12-13 റാങ്ക് നേടിയ മെജോൾ എലൈസ വിശ്വാസ പരിശീലനത്തിൽ 1ാം ക്ലാസ് മുതൽ ACC വരെ 1ാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരും അനുമോദനം ഏറ്റുവാങ്ങി. പാതുവ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഹേമ, കത്തോലിക്ക കോൺഗ്രസ് സെക്രട്ടറി PA പോൾ, വൈസ് പ്രസിഡന്റ് AC ജോസഫ്, AO ആന്റണി, വിശ്വാസ പരിശീലന പ്രധാനാധ്യാപകൻ സ്റ്റാൻലി ഷിൻഡോ, വിൻസി പുലിക്കോട്ടിൽ മെമ്മോറിയൽ ട്രസ്റ്റ് ഡയറക്ടർ സെയിൻ വിൻസി, +2 പ്രിൻസിപ്പാൾ സ്മിത, P ജോസ്, ഹൈസ്കൂൾ പ്രതിനിധി ദീപ വർഗീസ്, KCYM പ്രസിഡന്റ് ആൽബിൻ ജെയ്സൺ, SAFO പ്രസിഡന്റ് ഗ്രേസി ബാബു, മാതൃവേദി പ്രസിഡന്റ് ഷാലി ഫ്രാൻസിസ്, CLC പ്രസിഡന്റ് അജിൻ ജോസ്, KA വർഗീസ്, ജെസി വർഗീസ് എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും മുഴുവൻ A+ നേടിയ പുത്തൻപീടിക ഹയർ സെക്കൻഡറി സ്കൂളിലെയും ഇടവകളിലെയും വിദ്യാർത്ഥികൾക്ക് ആദരമേറ്റുവാങ്ങി. മികച്ച വിജയം നേടിയ സ്കൂൾ വിശ്വാസ പരിശീലനത്തിൽ 1 മുതൽ ACC വരെയുള്ള ക്ലാസുകളിൽ 1ാം സ്ഥാനം നേടിയവർ, ഇടവകയിലെ മറ്റ് മേഖലകളിലായി മികവ് തെളിയിച്ചവർ, വിൻസി പുലിക്കോട്ടിൽ മെമ്മോറിയൽ പുരസ്കാര സമർപ്പണം സയൻസിലും ഹ്യൂമാനിറ്റീസിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരും അനുമോദനം ഏറ്റുവാങ്ങി. കയ്പമംഗലം പനമ്പിക്കുന്നിൽ ദേശീയപാതയിൽ KSRTC ബസ് ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ് കാളമുറി മേൽപ്പാലം ഇറങ്ങിയ ശേഷം പെട്ടെന്ന് വലതുവശത്തെ സർവീസ് റോഡിലേക്ക് തിരിയുന്നതിനിടെയാണ് വഴിയമ്പലം മേൽപ്പാലം ഇറങ്ങി വന്ന ബൈക്കിലിടിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രികന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു. അപകടം നടന്ന ഉടൻ തന്നെ ബസ് ഡ്രൈവർ വാഹനത്തിൽ നിന്നിറങ്ങി ഓടി. സംഭവം പറഞ്ഞ കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,230 രൂപ, പവന് 1,05,840 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 22ാം വാർഡ് ADS പെരുമ്പിളിശ്ശേരി വെസ്റ്റ് കുടുംബശ്രീ സംഗമവും 23ാം വാർഷികവും നടന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. വനിതാ ജനപ്രതിനിധികൾക്കും CDS അംഗങ്ങൾക്കും ആദരം സമ്മാനിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചേർപ്പ് ഏരിയ കമ്മിറ്റി.
ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ VS പ്രവിതയ്ക്ക് ചടങ്ങിൽ അനുമോദനം. കാലവർഷം ശക്തമായതോടെ ഊരകത്ത് യാത്രാ ദുരിതം തീർത്ത് രൂക്ഷമായ വെള്ളക്കെട്ട്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഊരകം സെന്ററിൽ നിന്ന് തെക്ക് ഭാഗത്താണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.